കഥ ലൈബ്രറിയിലെ പ്രണയം. കൊല്ലത്തിലെ ഒരു പഴയ പബ്ലിക് ലൈബ്രറി. വലിയ ജനലുകൾ, മണ്ണിന്റെ മണം, പഴയ പുസ്തകങ്ങളുടെ സുഗന്ധം. ആ സ്ഥലത്ത് സമയം നിശ്ചലമായിരിക്കും പോലെ തോന്നും. ആ ലൈബ്രറിയിൽ പതിവായി വരുന്നത് സിദ്ധാർത്ഥായിരുന്നു. സിദ്ധാർത്ഥ് ഒരു സിവിൽ സർവീസ് വിദ്യാർത്ഥി. ദിവസവും മണിക്കൂറുകളോളം അവൻ പുസ്തകങ്ങൾക്കിടയിൽ സമയം ചെലവഴിക്കും. അവന്റെ ലക്ഷ്യം വലിയതായിരുന്നു, പക്ഷേ ജീവിതം വളരെ നിശബ്ദമായിരുന്നു. ഒരു ദിവസം ലൈബ്രറിയുടെ വാതിൽ തുറന്നു. ഒരു പെൺകുട്ടി അകത്തു വന്നു. അവൾ നേരെ സിദ്ധാർത്ഥിന്റെ മുന്നിലെ സീറ്റിൽ വന്നിരുന്നു. "ഈ സീറ്റ് ഒഴിവാണോ?" അവൾ ചോദിച്ചു. "അതെ," സിദ്ധാർത്ഥ് പറഞ്ഞു. അവളുടെ പേര് അമൃത. ആ ദിവസം അവർ അധികം സംസാരിച്ചില്ല. പക്ഷേ അടുത്ത ദിവസവും അവൾ വീണ്ടും വന്നു. അതേ സീറ്റിലിരുന്നു. അതൊരു പതിവായി മാറി. ഓരോ ദിവസവും അവർ ഒരേ ടേബിളിൽ ഇരിക്കും. ആദ്യത്തിൽ നിശബ്ദത, പിന്നീട് ചെറിയ ചിരികൾ, അതിനുശേഷം ചെറിയ സംഭാഷണങ്ങൾ. "നീ എന്തിനാണ് പഠിക്കുന്നത്?" അമൃത ചോദിച്ചു. "സിവിൽ സർവീസ്," സിദ്ധാർത്ഥ പറഞ്ഞു. "വാവ്, വലിയ സ്വപ്നം," അവൾ ചിരിച്ചു. "നീ?" അവൻ ചോദിച്ചു. "എനിക്ക് എഴുത്തുകാരിയാകണം," അവൾ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ ചിരിച്ചു. "അപ്പോൾ ഒരിക്കൽ എന്റെ കഥ നീ എഴുതും." അമൃത അവനെ നോക്കി. "അതെ, പക്ഷെ അതൊരു നല്ല കഥയായിരിക്കണം." കാലം കടന്നുപോയി. ലൈബ്രറി അവരുടെ ലോകമായി മാറി. പുസ്തകങ്ങൾക്കിടയിൽ അവരുടെ സൗഹൃദം വളർന്നു. പിന്നീടത് പ്രണയമായി മാറി. ഒരു ദിവസം അമൃത ഒരു ചെറിയ നോട്ട്ബുക്ക് സിദ്ധാർത്ഥന് നൽകി. "ഇതെന്താണ്?" അവൻ ചോദിച്ചു. "എന്റെ കഥകൾ," അവൾ പറഞ്ഞു. സിദ്ധാർത്ഥ് അത് തുറന്നു. അതിലെ പല കഥകളിലും ഒരു കഥാപാത്രമുണ്ടായിരുന്നു. ഒരു ശാന്തനായ യുവാവ്. അത് അവനായിരുന്നു. അവൻ ചിരിച്ചു. "നീ ഇതിനകം തന്നെ എന്റെ കഥ എഴുതാൻ തുടങ്ങി." അമൃത ചിരിച്ചു. പക്ഷെ ആ സന്തോഷം അധിക നേരം നീണ്ടില്ല. ഒരു ദിവസം അമൃത ലൈബ്രറിയിൽ വന്നില്ല. അടുത്ത ദിവസം പോലുമില്ല. ഒരാഴ്ച കടന്നുപോയി. സിദ്ധാർത്ഥ ആശങ്കപ്പെട്ടു. ലൈബ്രറിയിലെ പഴയ പുസ്തകത്തിനുള്ളിൽ ഒരു കത്ത് കണ്ടു. അത് അമൃതയുടെ കൈയെഴുത്ത്. "സിദ്ധാർത്ഥ്, എനിക്കിവിടെ നിന്നു പോകേണ്ടി വരുന്നു. ജീവിതം ചിലപ്പോൾ നമ്മളെ അപ്രതീക്ഷിതമായി മാറ്റും. നിന്നോട് നേരിട്ട് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം. നമ്മൾ വീണ്ടും കാണും. കാരണം എന്റെ കഥ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതിൽ നീ ഇപ്പോഴും ഉണ്ടാകും." കത്ത് വായിച്ചപ്പോൾ സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവൻ ചിരിച്ചു. കാരണം അവൻ വിശ്വസിച്ചു, അവൾ പറഞ്ഞത് സത്യമായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം ഒരു പുസ്തക പ്രകാശന ചടങ്ങ്. വേദിയിൽ ഒരു എഴുത്തുകാരി. അവളുടെ പേര് അമൃത. അവൾ പറഞ്ഞു, "ഈ പുസ്തകം എന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക വ്യക്തിക്ക് സമർപ്പിക്കുന്നു." അവൾ താഴേക്ക് നോക്കി. ആൾക്കൂട്ടത്തിനിടയിൽ സിദ്ധാർത്ഥ നിന്നു. അവൾ ചിരിച്ചു. ആ നിമിഷത്തിൽ സിദ്ധാർത്ഥ മനസ്സിലാക്കി, ചില പ്രണയങ്ങൾ പുസ്തകങ്ങളിലെ പോലെയാണ്. അവയ്ക്കിടയ്ക്ക് ഇടവേളകളുണ്ടാകും, പക്ഷെ ഒടുവിൽ അവ പൂർത്തിയാകും.